Morning students. In our last class we were discussing this story of messages. You understand the story of messages. Today we have to move to our next topic in page number 82. Here we have some information about radio, television, like that. Here in page number 82, the radio. Have you heard from news or heard news or any kind of programs in radio? It's here, the radio. Do you want to know how messages were conveyed in the past in your locality? Do you want to know how messages were conveyed in the past in your locality? നിങ്ങളുടെ ലൊക്കാലിറ്റി, നിങ്ങളുടെ പ്രദേശത്ത് മുൻകാലങ്ങളിൽ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, വിവരങ്ങളും സന്ദേശങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കൈമാറിയിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പാസ്റ്റിൽ മുൻകാലങ്ങളിൽ മെസ്സേജസ് എങ്ങനെയായിരുന്നു കൈമാറിയിരുന്നത്? യു ക്യാൻ ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ എൽഡേഴ്സിനോട് അത് ചോദിച്ചു മനസ്സിലാക്കാം, മുതിർന്നവരോട് ചോദിക്കുക. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക്? ഫ്രെയിം അറ്റ് ലീസ്റ്റ് 5 such questions. So if you are asking some questions about the messages, how do your parents or your elders conveyed in the past, you can ask some questions to them and collect the answers. Frame 5 questions to ask them. അവരോട് ചോദിക്കാനും പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ കൈമാറിയിരുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള 5 ചോദ്യങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ എൽഡേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഹിയർ ദി റേഡിയോ. റേഡിയോ കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ഡു യു നോ ഹൂ ഇൻവെൻറ്റഡ് റേഡിയോ? യെസ്, മാർക്കോണി. ഓക്കെ, ദി റേഡിയോ ഈസ് ജസ്റ്റ് ഓവർ 100 years old. ദി റേഡിയോ ഈസ് ജസ്റ്റ് ഓവർ 100 years old. അണ്ടർസ്റ്റാൻഡ്? റേഡിയോക്ക് ഒരു 100 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ഒരു 100 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ റേഡിയോക്ക്. It was Marconi who invented an instrument to send the wireless message. മാർക്കോണിയാണ് എന്ത്? വയർലെസ് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടുപിടിച്ചത് മാർക്കോണി ആയിരുന്നു. റേഡിയോ സന്ദേശങ്ങളായിട്ട് അയക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഉപകരണം കണ്ടുപിടിച്ചത് മാർക്കോണി ആയിരുന്നു. ഹി സെൻഡ് ദി ഫസ്റ്റ് റേഡിയോ മെസ്സേജ് ഇൻ 1895. 1895 അദ്ദേഹം തൻ്റെ ആദ്യത്തെ റേഡിയോ മെസ്സേജ് കൈമാറ്റം ചെയ്തത്. ദിസ് മാർക്ക്ഡ് ദി ബർത്ത് ഓഫ് റേഡിയോ. ഇത് റേഡിയോയുടെ ജനനമായിരുന്നു. അങ്ങനെയാണ് റേഡിയോ എന്ന ആ മാസ് മീഡിയ, റേഡിയോ എന്ന ആ ഉപകരണം ഇതിൻ്റെ ആദ്യ പടിയായിട്ട് 1895 മാർക്കോണി ആദ്യത്തെ വയർലെസ് മെസ്സേജ് സെൻഡ് ചെയ്തു. അതിൽ നിന്ന് വികസിച്ചാണ് റേഡിയോ എന്ന് നമ്മൾ ഇന്ന് കാണുന്ന റേഡിയോ പ്രചാരത്തിലെത്തിയത്. ഇറ്റ് വാസ് ഇൻഫാക്റ്റ് ഡെവലപ്ഡ് ഫ്രം ദി ടെലഗ്രാഫ്. തീർച്ചയായും ഈ റേഡിയോ ഡെവലപ്പ് ചെയ്തത് ഏതിൽ നിന്നാണ്? ഇറ്റ്സ് ഫ്രം ടെലഗ്രാഫ് അല്ലെങ്കിൽ ടെലഗ്രാഫിൽ നിന്നാണ്. വിച്ച് വാസ് ഇൻവെൻറ്റഡ് ബൈ കുക്ക് ആൻഡ് വീറ്റ്സ്റ്റോൺ ഇൻ 1835. 1835 കുക്കും വീറ്റ്സ്റ്റോൺ തുടങ്ങിയ ശാസ്ത്രജ്ഞരാണ് ടെലഗ്രാഫ് കണ്ടെത്തിയത്, ടെലഗ്രാഫ് ഇൻവെൻറ്റ് ചെയ്തത്, കണ്ടുപിടിച്ചത്. ലേറ്റർ ഇറ്റ് വാസ് പെർഫെക്റ്റഡ് ബൈ മോഴ്സ്. പിന്നെ ടെലഗ്രാഫ് മോഴ്സ് എന്ന ശാസ്ത്രജ്ഞൻ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കി. The word telegraph is derived from the 2 Greek words telos, which means distant, and grapho, which means to write.
ഈ ടെലഗ്രാഫ് എന്ന വേർഡ് ഏത് വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ടെലോസ് ആൻഡ് ഗ്രാഫോ. Telos and grapho. Telos means, what is telos means? Distant. Grapho means to write. ഈ ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ടെലഗ്രാഫ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതായത് റൈറ്റ് ഫ്രം ഡിസ്റ്റൻറ്റ്, അതായത് ദൂരതയിൽ എഴുതിയെടുക്കുക, അതാണ് ടെലഗ്രാഫ്. മെസ്സേജസ് നമ്മൾ എന്ത് ചെയ്യും? എഴുതിയെടുക്കും. മെസ്സേജ് ഇവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അയച്ചാൽ അതവിടെ എന്ത് ചെയ്യും? അതവിടെ എഴുതിയെടുക്കും. എന്നിട്ട് അത് ആർക്കാണ് എത്തിക്കേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ദി ഇൻവെൻഷൻ ഓഫ് ദി ടെലിഫോൺ by Alexander Graham Bell in the year 1876 was another revolutionary step in the field of communication. 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന ശാസ്ത്രജ്ഞൻ ടെലിഫോൺ കണ്ടുപിടിച്ചതാണ് മറ്റൊരു വളരെ റെവല്യൂഷണറി സ്റ്റെപ്പ് ഇൻ ദി ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ആശയവിനിമയത്തിൻ്റെ ഈ മേഖലയിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള, ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റം വിപ്ലവകരമായ ഒരു പടിയായിരുന്നു ഏത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ 1876 കണ്ടുപിടിച്ചത്. ഇറ്റ് became more popular because the person at the other end could hear the speaker's voice. ടെലിഫോൺ became very popular. ടെലിഫോൺ അങ്ങനെ വളരെ പ്രശസ്തമായി. കാരണം എന്താണ്? ദി പേഴ്സൺ അറ്റ് ദി അതർ എൻഡ് കുഡ് ഹിയർ ദി സ്പീക്കേഴ്സ് വോയിസ്. അങ്ങേ തലക്കലുള്ള ആൾക്ക് ഇവിടെ നിന്ന് പറയുന്ന ആളുടെ ശബ്ദം അപ്പോൾ തന്നെ കേൾക്കാം. അതായിരുന്നു ടെലിഫോണിൻ്റെ ഉപയോഗം. ടെലിഫോൺ ഇന്നും വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ്, അല്ലേ? യെസ്. വി ഷുവർലി ഇൻ എ ബെറ്റർ വേൾഡ്, ഡോണ്ട് വി? ഇമാജിൻ വെയിറ്റിംഗ് ഫോർ എ ഫോർട്ട്നൈറ്റ് ഓർ മോർ for a message to reach us. Here, before reading this cartoon, here is a question. 1. What are the advantages of the radio over the television? Discuss and write down your points. What are the advantages of the radio over television? ടെലിവിഷനേക്കാൾ റേഡിയോക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? അത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ പോയിൻറ്റ്സ് ഇവിടെ എഴുതാനാണ്. അപ്പോൾ നമുക്ക് ടെലിവിഷനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യണം. എന്തൊക്കെ ഗുണങ്ങളാണ് ടെലിവിഷനെ അപേക്ഷിച്ച് റേഡിയോക്കുള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതണം. ഇനി നമുക്ക് ആ കാർട്ടൂണിലേക്ക് കിടക്കാം. വി ഷുവർലി ലിവ് ഇൻ എ ബെറ്റർ വേൾഡ്. നമ്മൾ തീർച്ചയായും ഒരു ബെറ്റർ വേൾഡിലാണ് ജീവിക്കുന്നത്, അല്ലേ? ഒരു നല്ല ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച്, അല്ലേ? യെസ്. ഇമാജിൻ വെയിറ്റിംഗ് ഫോർ എ fortnight or more for a message to reach us. ഒരു fortnight. What is a fortnight? Fortnight means 14 days or 2 weeks. 2 ആഴ്ച അല്ലെങ്കിൽ 14 ദിവസത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഫോർട്ട്നൈറ്റ് എന്ന് പറയാം. ഓക്കെ. വെയിറ്റിംഗ് ഫോർ എ ഫോർട്ട്നൈറ്റ് ഓർ മോർ ഫോർ എ മെസ്സേജ് ടു റീച്ചസ്. അതായത് ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്താൻ ഒരു 2 ആഴ്ചയോ അതിൽ കൂടുതലോ കാത്തിരിക്കുന്ന ഒരവസ്ഥയൊന്നും നമുക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ അത് 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ കയ്യിലെത്തൂ എന്നുള്ള ആ ഒരു സിസ്റ്റം, അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലുക്ക് അറ്റ് ദി കാർട്ടൂൺ ബിലോ. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ്? ഇവിടെ ഒരു കാർട്ടൂൺ ഉണ്ട്. അത് വായിച്ചിട്ട് എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കൂ. എന്തൊക്കെയാണ് ആ കാർട്ടൂണിൽ? ദർ ഇസ് എ ടെലിവിഷൻ, അല്ലേ? the family is fighting for remote which channel to change. Okay, let me see the cartoon please.
ഒരു കുട്ടി പറയുന്നതാണ്, ലെറ്റ് മീ സീ ദി കാർട്ടൂൺ പ്ലീസ്, എനിക്ക് കാർട്ടൂൺ കാണണം. ഐ മസ്റ്റ് സീ ദി ക്രിക്കറ്റ് മാച്ച്, ഐ മസ്റ്റ് സീ ദി ക്രിക്കറ്റ് മാച്ച്, എനിക്ക് ക്രിക്കറ്റ് കാണണം എന്ന് പറയുന്നു വേറൊരു കുട്ടി. ഐ ഹാവ് മൈ ഫേവറേറ്റ് സീരിയൽ നൗ, ലെറ്റ് മീ സീ ഇറ്റ്, ഇപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട സീരിയലിൻ്റെ സമയമാണ്, ഞാനത് കാണട്ടെ. ഇറ്റ് ഈസ് ടൈം ഫോർ രാമായണ, ഐ വാണ്ട് ടു സീ ഇറ്റ്. അപ്പോൾ ഒരു അമ്മൂമ്മ വന്നിട്ട് പറയാണ്, രാമായണ സീരിയൽ തുടങ്ങാൻ സമയമായി, എനിക്കത് കാണണം. ഇങ്ങനെ ടെലിവിഷനിലെ ഓരോ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അവരവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ കാണണമെന്ന് പറഞ്ഞ് വഴക്ക് വരികയാണ് അവിടെ, അല്ലേ? ഇത് ടെലിവിഷനെ കുറിച്ചാണ്. നമുക്ക് അടുത്ത ഭാഗം കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ടെലിവിഷനെ കുറിച്ച്. ഓക്കെ, we can read about television in our next class. Here we have discussed about the radio. You understood who invented radio? First radio message was sent in 1895 by whom? Marconi, who invented radio. And radio and telephone is the most remarkable invention in the field of communication. Who invented telephone? Alexander Graham Bell. And who invented telegraph? Telegraph was invented by two persons, who are the Cook and Wheatstone in 1835. And the telegraph was perfected by whom? Morse. Okay, these are the things we discussed in this paragraph. It's mostly about radio. After that we had discussed a cartoon about television. It's new generation things we are discussing in this cartoon. Okay, in older days we were waiting for 14 or more than 2 weeks to reach a message to us. Okay, and you write the question number 1 we have discussed. Okay, here we can stop the class today. Tomorrow we can continue our next part, that is about the television. Before that we have some questions about the cartoon. We can discuss that. Let us discuss. Okay, what does the grandmother like to watch? We discussed it. What does the grandmother like to watch? She wanted to watch Ramayana serial. What is the boy's preference? What is the boy's preference? The boy intended to see cricket match. Do all the people have the same taste in watching the television programs? എല്ലാ ആളുകൾക്കും ഒരേ ടേസ്റ്റാണോ, ഒരേ പ്രോഗ്രാം കാണാനാണോ ഇഷ്ടം? അല്ല, ഇറ്റ് ഡിപ്പെൻസ്, അല്ലേ? പലർക്കും പല പ്രോഗ്രാമുകളാണ്. ഹൂം ഡു യു സപ്പോർട്ട്, വൈ? ഈ കാർട്ടൂണിലെ ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട്? ഓർ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതും നിങ്ങൾ പറയാം. ഓക്കെ, ലെറ്റ്സ് കംപ്ലീറ്റ് ഹിയർ. നെക്സ്റ്റ് പാർട്ട്, ദി ടെലിവിഷൻ, വി ക്യാൻ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.